മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനാത്മാക്കൾ എന്ന ഈ ധ്യാന പരമ്പരയിലെ 5-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരരെയും, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അറിവുണ്ടാകണം. പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ അറിവ് നൽകേണ്ടത്. ആത്മീയ മേഖലകളിലേക്ക് അറിവ് നൽകാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലൻ തുടർന്ന് പറയുകയാണ്: യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് പഠിച്ച മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആ ഉറപ്പ് അവിടെ നമുക്ക് നൽകുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നിദ്ര പ്രാപിച്ചവരെ പറ്റി, മരിച്ചവരെ പറ്റിയുള്ള അറിവ് നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും. ജീവനുതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും. ജീവനുതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൂന്യമായതിനെ രൂപപ്പെടുത്തുന്ന ആത്മാവാണ്. ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നവനാണ്. ഇല്ലായ്മയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മേഖലകളിലേക്ക് ആഴമേറിയ ബോധ്യങ്ങളും അറിവുകളും ദൈവിക ബോധ്യങ്ങളും നൽകി ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിക്കാം. കല്ലായുള്ള ഹൃദയങ്ങളൊരുക്കിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ജീവനുതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും. ശുദ്ധ
ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. ദൈവത്തിന്റെ രൂപിയെ വരണമേ, ശുശ്രൂഷയിൽ നിറയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ ബോധ്യങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ. ആത്മാവേ കൃപകൾ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ജീവനുതുക ജീവനായക ജീവനാളമാ എരിഞ്ഞു തീരുവാ. ആറിപ്പോയതിനെ ചൂടാക്കുന്ന ആത്മാവേ, ബലപ്പെട്ടതിനെ മൃദുപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഊതുക. ജീവശ്വാസമായി ഞങ്ങളിൽ നിന്ന് അത് സ്നേഹവും കരുണയുമായി ഉപവിയും ആത്മദാനവുമായി ഞങ്ങളിൽ നിന്നൊഴുകട്ടെ. ആത്മാവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. വെൽക്കം ഹിം, വെൽക്കം ദ ഹോളി സ്പിരിറ്റ്. Let him come into your heart, into your soul, and rule over you. Let him take charge of you. Let him direct your life, control your life. നിന്റെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന, വഴി നടത്തുന്ന, നിന്റെ ജീവിതത്തിന്റെ മേൽ സ്വാധീനതയുള്ള ശക്തിയായ ആത്മാവുമായി. ആത്മാവേ, ബലഹീനനായ എന്നിലേക്ക് കടന്നു വന്ന് ശക്തി തരിക. Welcome Holy Spirit, we are in your presence. Fill us with your power, live inside of me. Welcome Holy Spirit, we are in your presence. Fill us with your power, live inside of me. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ശുദ്ധീകരണാത്മാക്കൾ സഹനാത്മാക്കൾ എന്നുള്ള ഈ ഒരു അവബോധത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെയും, ശുദ്ധീകരണ സ്ഥലത്തെ സഹനാത്മാക്കളെന്ന നമ്മുടെ ഈ ധ്യാന പരമ്പരയിലെ
5-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 6ഉം 7ഉം ദിവസങ്ങളിൽ തുടർന്ന് നമ്മൾ വീണ്ടും ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് മറ്റ് ചില പ്രധാനപ്പെട്ട നിത്യതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കും. ഇന്നലെ നിങ്ങളോട് ഞാൻ നിങ്ങൾക്കുള്ള സംശയങ്ങൾ വേണമെങ്കിൽ അറിയിച്ചാൽ അതിനെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഇന്നലെ പറഞ്ഞതനുസരിച്ച് പലരും നമ്മുടെ യൂട്യൂബ് ചാനലിലെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. വളരെ ചുരുക്കം ഇതുമായി ബന്ധപ്പെടാത്ത ചില ചോദ്യം ഒന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരുന്നു. അതിൽ പലതും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് പലരും ചോദിക്കുകയുണ്ടായി. ദണ്ഡവിമോചനം എന്താണ്? നാം നേടുന്ന ദണ്ഡവിമോചനങ്ങൾ കാഴ്ചവെക്കേണ്ടത് ഒരു ആത്മാവിന് വേണ്ടി ആണോ അതോ എല്ലാ മരിച്ചവർക്കും വേണ്ടിയാണോ? ഒരു ദിവസം ഒരുപാട് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അപ്പോഴും മാർപ്പാപ്പായുടെ നിയോഗത്തിന് പ്രാർത്ഥിക്കണോ? അതൊക്കെ ആ ഉത്തരങ്ങൾ നാളത്തെ ദിവസത്തെ നമ്മുടെ ക്ലാസ്സിനിടയിൽ നിങ്ങൾക്ക് ആ സംശയങ്ങൾ മാറിപ്പോകുന്നതായിരിക്കും. പിന്നെയുള്ള ചില സംശയങ്ങൾ എന്താണ് ഗ്രിഗോറിയൻ കുർബാനയെക്കുറിച്ചും അങ്ങനെയുള്ള ചില കുർബാനയെ സംബന്ധിച്ച് ചിലർ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. ഒരാൾ ചോദിച്ചത് എന്താണ് ഗ്രിഗോറിയൻ കുർബാന? വേറൊരാൾ ഗ്രിഗോറിയൻ കുർബാനയെപ്പറ്റി വിശദീകരിക്കാമോ? വേറൊരാൾ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിയാൽ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും 30-ാം ദിവസം വിടുവിക്കപ്പെടുമെന്ന് അത് ഗ്യാരൻറ്റീഡ് ആണോ എന്ന് വേറൊരാളുടെ സംശയം. പിന്നെ മറ്റൊരാൾ ഗ്രിഗോറിയൻ കുർബാനയുടെ ഇമ്പോർട്ടൻസ്, മെറിറ്റ്സ് അതിനെക്കുറിച്ച് പറയാമോ? മറ്റൊരാൾ ചോദിച്ചിരിക്കുന്ന മരിച്ചവർക്കായി ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിയാൽ ആത്മാവ് സ്വർഗത്തിൽ പോകുമോ? പിന്നെ കുർബാനയുമായി ബന്ധപ്പെട്ട് പാട്ട് കുർബാന, ഒറ്റ കുർബാന ഇതൊക്കെ മരിച്ചവർക്ക് വേണ്ടി ചൊല്ലുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? പിന്നെ ഒരു ദിവസം നമ്മൾ കൂടുന്ന കുർബാനയിൽ ഒരു ആത്മാവിന് വേണ്ടി മാത്രമേ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും ചോദ്യങ്ങൾ കുർബാനയുമായി ബന്ധപ്പെട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ എന്നാൽ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ട് ഏതോ ദിവസം ഞാൻ ഈ ഷെക്കീനയിൽ തന്നെ കൊടുത്ത ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് അല്പം വിശദമായിട്ട് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും ഇത്രയും പേര് ചോദിച്ചുകൊണ്ട് അതിലേക്ക് റെഫർ ചെയ്യുക നിങ്ങൾ. എങ്കിലും ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയാം. ഗ്രിഗോറിയൻ കുർബാന എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് മരിച്ചവർക്ക് വേണ്ടി മാത്രമായി ചൊല്ലുന്ന കുർബാനയാണ്. 30 കുർബാനകൾ അടങ്ങുന്ന ഒരു 30 ദിവസങ്ങളിലായി അത് അടുപ്പിച്ച് 30 ദിവസങ്ങൾ തുടർച്ചയായി ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ആത്മാവിന് വേണ്ടി അർപ്പിക്കുന്ന കുർബാനയാണത്. അപ്പം വൈദികരെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയല്ല, എല്ലാ വൈദികർക്കും ചൊല്ലാനും പറ്റിയല്ല. കാരണം അവർക്ക് വേറെ നിയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് മുറിഞ്ഞു പോകും. 30 കുർബാനകൾ തുടർച്ചയായി ചൊല്ലാൻ പറ്റുന്ന അച്ഛന്മാർക്ക് മാത്രമേ അത് ചൊല്ലാനാവൂ. മിക്കവാറുമൊക്കെ എല്ലാ പ്രായമായ അല്ലെങ്കിൽ വിശ്രമിക്കുന്ന അച്ഛന്മാർ, അല്ലെങ്കിൽ ഇടവകയുടെ ഉത്തരവാദിത്തമുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു ആശ്രമങ്ങളിൽ പോലും സുപ്പീരിയർമാർക്ക് അവിടുത്തെ അംഗങ്ങൾക്ക് വേണ്ടി വേറെ കുർബാനകളൊക്കെ ചൊല്ലേണ്ടി വരുന്നതുകൊണ്ട് അവർക്കൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചൊല്ലാൻ പറ്റിയെന്ന് വരികയല്ല. ചിലപ്പോൾ വികാരിമാർക്കാണെങ്കിൽ വികാരിയച്ഛന്മാർക്ക് എല്ലാ ഞായറാഴ്ചയും ഇടവക ജനത്തിന് വേണ്ടി കുർബാന ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ അതും സാധിച്ചെന്ന് വരികയില്ല. അപ്പം അങ്ങനെ അത് ചൊല്ലാനായിട്ട് പറ്റുന്നവർ വളരെ ചുരുക്കം പേരാകാം. മറ്റ് ഉത്തരവാദിത്തങ്ങളുള്ളവരും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളില്ലാത്തവരുമായവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അപ്പോൾ ഈ കുർബാന എന്ന് പറയുന്നത് 30 കുർബാനകൾ തുടർച്ചയായി ചൊല്ലുന്ന ഒരു കുർബാനയാണ്. അത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും കാനോൻ നിയമത്തിലും ഒക്കെ പറയുന്നത് അത് മരിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള കുർബാനയാണ്. അപ്പോൾ അതാണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത്. ഗ്രിഗോറിയൻ കുർബാന ഗ്രിഗറി എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നതെങ്കിലും ഗ്രിഗറി പിതാവല്ല അത് ആരംഭിച്ചതൊന്നും. ഗ്രിഗറി എന്ന് പറഞ്ഞാൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി. അദ്ദേഹം സഭയുടെ മാർപ്പാപ്പയായിരുന്നു, സഭാ പിതാവാണ്. ഫാദേഴ്സ് ഓഫ് ദ ചർച്ചിൽ ഒരാളാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി. അദ്ദേഹം സഭയെ ഭരിച്ചിരുന്നത് AD 590 മുതൽ 604 വരെ മാർപ്പാപ്പയായിരുന്ന മഹാപണ്ഡിതനായിരുന്ന പാപ്പ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഗ്രിഗോറിയൻ കുർബാന അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആരംഭിച്ചതല്ല,
അത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ശക്തമായ അനുഭവം, 30 കുർബാനകൾ ചൊല്ലി അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഈ 30 കുർബാനകൾ മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പതിവിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതറിയപ്പെടുന്നതുമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സന്യാസി എന്തോ ഒരു തോന്നിവാസം കാണിച്ചപ്പോൾ സഭാവിരുദ്ധമായതോ സന്യാസവിരുദ്ധമായ എന്തോ കാര്യം ചെയ്തതിൻ്റെ പേരിൽ മാർപ്പാപ്പ അദ്ദേഹത്തെ ശിക്ഷിച്ചു. ചില ശിക്ഷണ നടപടികൾ കൈക്കൊണ്ടു. അങ്ങനെ ശിക്ഷണ നടപടികൾ കൈക്കൊണ്ട് അദ്ദേഹത്തിന് ജസ്റ്റസ് വീട്ടിൽ കഴിയേണ്ടി വന്നു. പിന്നെ അവിടെ രോഗിയായി അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം രോഗിയായി വീട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ, ഫിഷഗുരൻ കൂടിയായ സ്വന്തം സഹോദരനാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത്. അപ്പം ഈ ജസ്റ്റസ് എന്ന ഈ സന്യാസി വീട്ടിലായിരുന്ന സമയത്ത് അങ്ങനെ രോഗിയായി മരിച്ച എന്ന വാർത്ത കേട്ടപ്പോൾ നമ്മുടെ പാപ്പ സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ്, മഹാനായ വിശുദ്ധ ഗ്രിഗറി, അദ്ദേഹത്തിന് വേണ്ടി 30 കുർബാനകൾ തുടർച്ചയായി ചൊല്ലി. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി 30 കുർബാനകൾ ചൊല്ലി പ്രാർത്ഥിച്ച് 31-ാം ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ജസ്റ്റസ് എന്ന മരിച്ചുപോയ ജസ്റ്റസിൻ്റെ സഹോദരൻ ഫിഷഗുരനായ അദ്ദേഹം മാർപ്പാപ്പയെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ മാർപ്പാപ്പ കുർബാന ചൊല്ലുന്നുണ്ട് എന്ന കാര്യം വേറെ ആർക്കും അറിയില്ല. അപ്പം അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് പോകും, ശുദ്ധീകരണ സ്ഥലത്തിലെ കാലാവധി പൂർത്തിയാക്കി ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഇന്നലെ എന്നെ അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് മാർപ്പാപ്പയ്ക്ക് വളരെ തികഞ്ഞ ബോധ്യമായത് 30 ദിവസത്തെ കുർബാനകളുടെ ഒടുവിലാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷെ അദ്ദേഹം അതൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും അദ്ദേഹം അന്ന് മുതൽ ഈ 30 കുർബാനകൾ മരിച്ചവർക്കായി അർപ്പിക്കുന്ന ഒരു പതിവിനെ, അല്ലെങ്കിൽ ആ രീതിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാലത്തിന് മുമ്പ് തന്നെ ഗ്രിഗോറിയൻ കുർബാന, അല്ലെങ്കിൽ 30 കുർബാന, ഗ്രിഗോറിയൻ കുർബാന എന്ന് അറിയപ്പെടുന്ന അന്ന് അറിയപ്പെടുന്നില്ല, 30 കുർബാനകൾ ചൊല്ലുന്ന, മരിച്ചവർക്ക് വേണ്ടി ചൊല്ലുന്ന പതിവ് അതിനു മുമ്പ് തന്നെ ഈ 6-7 നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതാണ് ഈ ഗ്രിഗോറിയൻ കുർബാനയുടെ അർത്ഥം. ഇനി ഗ്രിഗോറിയൻ കുർബാനയിലെ ചോദ്യത്തിൽ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിയാൽ ഏത് ആത്മാവിന് വേണ്ടിയാണ് ചൊല്ലുന്നത്, ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും 30-ാം ദിവസം വിടുവിക്കപ്പെടുമെന്നത് ഗ്യാരണ്ടീഡ് ആണോ? ഗ്യാരണ്ടീഡ് അല്ല. കാരണം അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണത്. അത് ചൊല്ലിയാലും അർപ്പിച്ചാലും ആ കുർബാനയുടെ ഫലം സ്വീകരിക്കാനായിട്ട് പറ്റിയ ഒരു ആത്മീയ അവസ്ഥയിലാണ് ആ മരിച്ചുപോയ ആത്മാവെങ്കിൽ അത് സ്വീകരിക്കും, അത് പറ്റും, ഗ്യാരണ്ടീഡാണ്. നമുക്ക് ആർക്കും അറിയില്ല. അപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അത് ഗ്രിഗോറിയൻ കുർബാന ആയാലും ശരി, മറ്റേത് കുർബാന, ഇപ്പം ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞാൽ അതിന് വലിയ ശക്തിയുണ്ടെന്ന് മാത്രം. അത് മരിച്ചവർക്ക് വേണ്ടി മാത്രമായി ചൊല്ലുന്ന തുടർച്ചയായ 30 ദിവസങ്ങളിലെ അതിൻ്റെ ഫലദായകത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രിഗറിക്ക് തന്നെയും അതുപോലെ സഭാ ചരിത്രത്തിലും പലർക്കും അനുഭവം ഉള്ളത് കൊണ്ട് നമുക്കത് ശക്തമായ ഒരു പ്രാർത്ഥനയായി, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ബലിയർപ്പണമായി തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ അത്യാവശ്യം ഭക്തിയിലും വിശ്വാസത്തിലൊക്കെ ജീവിച്ചവരും കൂദാശകളോടുള്ള സ്നേഹത്തിലൊക്കെ ജീവിച്ചവരാണെങ്കിൽ മിക്കവാറുമൊക്കെ ഈ ഗ്രിഗോറിയൻ കുർബാനയിൽ ഒരു ഗ്രിഗോറിയൻ കുർബാന കൊണ്ട് തന്നെ ചിലപ്പോൾ അവരൊക്കെ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടേക്കാം എന്ന് കരുതി, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എന്ന് കരുതി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിയതോടുകൂടി അവസാനിപ്പിച്ചേക്കരുത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ഒരാത്മാവിൻ്റെ അവസ്ഥ. കാരണം അവരെ നമ്മൾ ചിലപ്പോൾ ഒരു വലിയ വേദനയ്ക്ക് നമ്മൾ വീണ്ടും അവരെ വിട്ടുകൊടുക്കുകയായിരിക്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളൊരു ഗ്രിഗോറിയൻ കുർബാന, കാരണം ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് ഉള്ള പൈസ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണി തീർന്നു. പക്ഷെ അത് കൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ തീർക്കരുത്. നമ്മൾ വീണ്ടും അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം അതുകൊണ്ട് അത് 30 ദിവസം ചൊല്ലിയാൽ അത് വിടുവിക്കപ്പെടുമെന്ന് ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. പക്ഷെ നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് പ്രത്യാശിക്കാം അവരുടെ ആത്മീയ അവസ്ഥകളെ ആസ്പദമാക്കി. ഇപ്പം ചിലർ കുർബാനയിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ കുർബാനയിൽ സംബന്ധിക്കുന്നതും അല്ലെങ്കിൽ കുർബാനയെ സംബന്ധിച്ച് അവരുടെ ബോധ്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ടൊന്നും വലിയ കാണിയല്ല. വളരെ അലസമായിട്ട് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ കുർബാനയിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാതിരുന്ന ഒരാൾ, അല്ലെങ്കിൽ പള്ളിയിൽ പോകാത്ത ഒരാൾ,
ആൾക്ക് വേണ്ടി നമ്മൾ ഒരു ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിയെന്ന് കരുതി മാത്രം അത് പൂർണ്ണമായി എല്ലാമായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. കാരണം അവർക്ക് ആ കുർബാനയുടെ ഫലം സ്വീകരിക്കാൻ പറ്റിയ ഒരു ആത്മീയ അവസ്ഥയിൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അത് ഒന്നിലധികമോ ചിലപ്പോൾ നമുക്ക് ചെല്ലേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും ബലികൾ അർപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദണ്ഡവിമോചനങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കണം. നമുക്ക് പറ്റുന്നിടത്തോളം കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമുക്കിപ്പം ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കാനൊന്നും പറ്റിയെന്ന് വരികയില്ല. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കത് സാധിക്കണമെന്നില്ല, അത് വേണമെന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കാനുള്ള പൈസയോ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർ അതിനെക്കുറിച്ച് വിഷമിക്കാനൊന്നുമില്ല. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഓരോ കുർബാനകൾ ചൊല്ലുക, ഒറ്റ കുർബാനകൾ ചൊല്ലിക്കുക. ഇനി അതിനും പൈസയില്ലേ? പണത്തിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വല്ല ചിലവുണ്ടോ? വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷവും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്മരിക്കുക, അവർക്ക് നിത്യസൗഭാഗ്യം ലഭിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരിക്കലൊരു സഹോദരി എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ ഭർത്താവ് മരിച്ചു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു 100-ലധികം കുർബാനകൾ ചൊല്ലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മരിച്ചിട്ട് 9 വർഷമായി. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു 500-ലധികം കുർബാനകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മതിയോ? നല്ല കാര്യം. ഇനിയും അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം അങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഓരോ കുർബാനകളിലും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് വേണ്ടി തന്നെ ഇങ്ങനെ ജീവിതകാലം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കടമയായതുകൊണ്ട് അവർക്ക് വേണ്ടി പൂർണ്ണദണ്ഡ വിമോചനങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും ദാനധർമ്മങ്ങളും സൽപ്രവർത്തികളും കാരുണ്യപ്രവർത്തികളും അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്ത് അവരുടെ നാമത്തിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ അനന്ത യോഗ്യതകളെ നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ആ ചോദ്യത്തിന് ഉത്തരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രിഗോറിയൻ കുർബാനയുടെ ഇമ്പോർട്ടൻസും മെറിറ്റ്സും ഒക്കെ അതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പിന്നെയുള്ള ഒരു ചോദ്യം, പാട്ട് കുർബാന ഒറ്റ കുർബാന അത് മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കുർബാന ഒന്നേ ഉള്ളൂ, എല്ലാ കുർബാനയ്ക്കും ഫലം ഒന്ന് തന്നെ. പാട്ട് കുർബാനയാണെന്ന് കരുതി അതിൻ്റെ ഫലത്തിൽ ഇഫക്റ്റിൽ യാതൊരു വ്യത്യാസവുമില്ല. അതൊരു ആഘോഷമായ കുർബാന, അത് മാത്രമേ ഉള്ളൂ. മറ്റേ കുർബാന എന്ന് പറയുമ്പം ചിലപ്പോൾ പാട്ടൊക്കെ കുറവായിരിക്കാം, അത്രയേ ഉള്ളൂ കാര്യം. മറ്റേത് ഇച്ചിരി ആഘോഷമായിട്ട് ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ആഘോഷമായ കുർബാന അല്ലെങ്കിൽ പാട്ട് കുർബാന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുർബാന എന്ന് പറയുന്നത് അതൊന്നു തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ അർപ്പണം അതിൻ്റെ ഫലങ്ങൾ ഒന്ന് തന്നെയാണ്. അതിൻ്റെ പുറമെയുള്ള അതിൻ്റെ പാട്ട് കുർബാന അല്ലെങ്കിൽ പുറമെയുള്ള ആഘോഷത്തിന് മാത്രമാണ് അതിൽ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഏത് കുർബാന ചൊല്ലിച്ചാലും മരിച്ചവർക്ക് ഒരേപോലെ തന്നെയാണ്. അതുപോലെ ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പം പലതരത്തിലുള്ള കുർബാന, അതെനിക്കറിയത്തില്ല. കുർബാന ഒന്നേ ഉള്ളൂ, ഈശോ അർപ്പിച്ച ബലി ഒന്ന്, നമ്മൾ ചൊല്ലുന്ന കുർബാനയും ഒന്നായിരിക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് പിന്നെ പാട്ട് കുർബാന പാടുന്നു അല്ലെങ്കിൽ അത് ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതാണ്ട് ഇനി, ഒരു ദിവസം നമ്മൾ കൂടുന്ന കുർബാനയിൽ ഒരാത്മാവിന് വേണ്ടി മാത്രമേ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം. അങ്ങനെയൊന്നുമല്ല. അത് നമ്മുടെ നിയോഗമനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം നേടാൻ വേണ്ടിയാണ് നമ്മൾ അന്നത്തെ ബലിയിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ അത് ആർക്ക് വേണ്ടി, ഏതാത്മാവിന് വേണ്ടിയാണ് പൂർണ്ണ ദണ്ഡവിമോചനം അന്ന് സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആത്മാവിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ആ ദണ്ഡവിമോചനത്തിന് വേണ്ടിയാണ് അന്നത്തെ കുർബാന സ്വീകരണം. അതാണ്. അല്ലാതെ ഇപ്പം നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു ദിവസത്തെ കുർബാനയിൽ ഒരാൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒരു ദിവസത്തെ കുർബാന നമ്മൾ അന്ന് എല്ലാ മരിച്ചവർക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്നും അറിയില്ല, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, അപ്പോൾ അനേകം ആത്മാക്കളില്ലേ, അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ ഏതാണ് നമ്മുടെ ഉദ്ദേശം അതിനനുസരിച്ച് പ്രാർത്ഥിക്കാം. അല്ലാതെ ഒരു കുർബാനയിൽ ഒരു ആത്മാവിനെ മാത്രമേ പറ്റൂ എന്നൊന്നുമില്ല. അതേസമയം മരിച്ചുപോയ എൻ്റെ അമ്മ, അപ്പൻ അല്ലെങ്കിൽ വല്യപ്പൻ, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ഒരു നിയോഗം ആണ് അതിന് വേണ്ടത്. പിന്നെ വേറെ നിയോഗങ്ങളൊന്നും പാടില്ലേ, ഒരു കുഴപ്പമില്ല, നമുക്ക് ചേർക്കാം. എങ്കിലും ആ കുർബാന
ആ പൂർണ്ണദണ്ഡ മോചനത്തിനു വേണ്ടി ഉള്ളതാണ് ആ പരിശുദ്ധ കുർബാന അർപ്പണവും കുർബാന സ്വീകരണവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ. എന്തെങ്കിലും വേറെ പ്രസക്തമായ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ അറിയിക്കും. അത് ഇതിനിടയിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊള്ളുക. മറ്റൊരു ചോദ്യം വളരെ ഒരു ചോദ്യമാണ്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പാപികൾ പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ടോ എന്നൊരു ചോദ്യം. അതൊരു ദൈവശാസ്ത്രപരമായിട്ട് തന്നെ ഉള്ള ഒരു ചോദ്യമാകാം. കാരണം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? പഴയ നിയമത്തിലൊക്കെ നമ്മൾ പുതിയ നിയമത്തിലും സുവിശേഷം യോഹന്നാൻ സുവിശേഷത്തിലും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പക്ഷെ നമ്മളറിയാം, കാരണം പാപി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊക്കെയും പാപിയാണ്. ഞാൻ പാപിയാണ്, നിങ്ങളും പാപികളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും പ്രാർത്ഥന ദൈവം കേൾക്കുകയെന്നാകും. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെല്ലാം പാപികളാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്നെ, എല്ലാവരും പാപികൾ ഒന്നടങ്കം പിഴച്ചു പോയിരിക്കുന്നു, ആരും നീതിമാനായിട്ടില്ല എന്നല്ല പറഞ്ഞു. എല്ലാവരും പാപികളാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പാപികൾ ഒന്നാമനാണ് ഞാൻ എന്നാ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം പാപികളാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള വിഷയം ഇതാണ്. മാരകമായ പാപത്തിലായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം എന്നും പഠിപ്പിക്കുന്ന കാര്യമാണ്. അതാണ് സത്യം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായി? ദൈവത്തിൽ നിന്ന് വേർപെട്ട ഒരു വ്യക്തി പിന്നെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും ആ പ്രാർത്ഥനയാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിടികിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കണമെന്നറിയാമോ? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വന്തം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവവുമായി സമരസപ്പെട്ടിട്ട് വേണം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇപ്പം എന്നോട് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് പറയുകയാണ്, അച്ഛാ ഇന്ന കാര്യത്തിന് വേണ്ടി അച്ഛനൊന്ന് അവരോടൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ എന്നോട് ചോദിക്കുന്നു എന്ന് കരുതുക. എന്നോട് ബന്ധമുള്ള ആളായതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് ചെയ്തു കൊടുക്കും. ഒരു സഹായം ചോദിച്ചു, സഹായം ചെയ്തു കൊടുത്തു. പുള്ളി ഇപ്പം ഞാനുമായിട്ട് ശത്രുതയല്ല, എനിക്ക് ശത്രുത ഇല്ലെങ്കിൽ പോലും പുള്ളിക്കെന്തോ വൈരാഗ്യമായി, എന്നോട് വിഷമമായി, ഞാനുമായിട്ട് അകൽച്ചയിലാണ്. അകൽച്ചയിൽ നിൽക്കുമ്പം പിന്നെ എന്നോട് ചോദിക്കുമോ? എന്നോട് ചോദിക്കാൻ പറ്റിയല്ല. അത് തന്നെയാണ് പാപത്തിൽ സംഭവിക്കുന്നത്. കർത്താവുമായിട്ട് സൗഹൃദത്തിലും വരപ്രസാദത്തിലും ആയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ചോദിച്ച ചോദ്യം അതാ. പാപിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പാപിയുടെ ശുദ്ധീകരണാത്മാക്കൾ പാപികൾ പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാപിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള, അങ്ങനെ വേറൊരാൾക്ക് വേണ്ടി എന്ത് പറയാൻ പറ്റും? അവിടെ ആദ്യമേ തനിക്ക് വേണ്ടി തന്നെ ദൈവത്തോട് കരുണയ്ക്ക് ചോദിക്കുക എന്നുള്ള. അതുകൊണ്ട് മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിലുള്ളൊരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള. കർത്താവേ കരുണയായിരിക്കണമേ, ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആദ്യം ദൈവവുമായിട്ട് സമരസപ്പെടണം, ദൈവവുമായിട്ട് റെക്കൺസൈൽ ചെയ്യണം ഈ വ്യക്തി. അതിനുശേഷം പ്രാർത്ഥിക്കുന്നതാണ് ഫലദായകം. അല്ലാത്ത പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലൊരു പള്ളിയിൽ ഒരു കൺവെൻഷൻ നടത്താൻ വേണ്ടി പോയ സമയത്ത്, ഒരു കടലോരത്തുള്ള ഒരു പള്ളിയാണ്, 5 ദിവസത്തെ കൺവെൻഷൻ്റെ 2 or 3 ദിവസം കണ്ട് ഒരു 10 മണിയായപ്പോഴത്തേക്കും വികാരിച്ചൻ പറഞ്ഞു, വെച്ചാൽ ഒരു കാര്യം കാണിക്കാം. ഈ ഒരു ചേട്ടനിപ്പോൾ പള്ളിയുടെ കുരിശുംതൊട്ടിയുടെ മുറ്റത്തുള്ള അവിടെ മണലൊക്കെയാണ്, അവിടെ വന്ന് പുള്ളി ഇപ്പം ഇനി ഒരു പാട്ട് തുടങ്ങും. പാട്ട് കുടിയും കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നതാണ് അവിടെ. പുള്ളിയുടെ ചുറ്റും കുറേ പട്ടികളുണ്ടാവും. അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന് പാട്ട് മുഴുവൻ ക്രിസ്തീയ ഗാനങ്ങളാണ്. നമ്മളെല്ലാം ഈശോപ്പാട്ടാണ്, ക്രിസ്തീയ ഗാനങ്ങളാണ്. തന്നാലും നാഥ ആത്മാവിനെ എന്തൊക്കെ തുടങ്ങി അങ്ങനെ പാട്ടുകളാണ് ഇങ്ങനെ പുള്ളി പാടുന്നത്. അല്ലാതെ വൃത്തികെട്ട പാട്ടോ മോശപ്പെട്ട പാട്ടൊന്നുമല്ല. പക്ഷേ മദ്യപിച്ച് ലെക്ക് കെട്ട് പ്രാർത്ഥിക്കുക അതൊരു പ്രാർത്ഥനയായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. നല്ല കാര്യമാണ് പറയുന്നതെന്ന് കരുതി അതെല്ലാം സ്വീകരിക്കാൻ പറ്റും? ഇല്ല. അതൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പം പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും അവന് ദൈവത്തോടുള്ള ബന്ധം ഇവിടെ വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ അടിസ്ഥാനപരമായിട്ട് എന്താണ്? ദൈവത്തോടുള്ള ബന്ധമല്ലേ? ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ലവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധമാണ്. ആ ബന്ധമില്ലാതെ കുറെ പറഞ്ഞു എന്ന് കരുതി അതിൽ വലിയ കാര്യമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ബന്ധം നഷ്ടപ്പെടുത്തിയ പാപത്തെ ഇവിടെ പരിഹരിച്ച്
ഈ വ്യക്തി റെക്കൻസൈലായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം മാരകമായ പാപത്തിൻ്റെ കാര്യം കേട്ടോ ഇത് പറഞ്ഞു. മാനുഷികമായ ഒരു ബലഹീനതകളോ ലഘുപാപത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉള്ള അവസ്ഥയിൽ അതിനെക്കുറിച്ച് അനുദപിച്ച് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് അവർക്ക് ഇതൊക്കെ നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പാപികൾ പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെയ്സി എന്ന സഹോദരിയെ കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഈ പാപി എന്നതിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്, പക്ഷേ കഠിനമായ പാപത്തിൽ മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ അവർ തന്നെ സ്വയം മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് ആദ്യമേ സ്വന്തം ജീവിതത്തിൽ മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഫലം കിട്ടുന്നത്. അതാണ് അതിനുള്ള ഒരു ഉത്തരമായി എനിക്ക് പറയാനുള്ളത്. മറ്റു ചില ചോദ്യങ്ങൾ, ദണ്ഡവിമോചനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നാളത്തെ ദിവസം നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു ചോദ്യം, എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ സ്വന്തപ്പെട്ടവർ കയറിപ്പോകുമോ എന്ന ചോദ്യമാണ്. നല്ല ചോദ്യം. എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തപ്പെട്ടവർ കയറിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റിയല്ല. നമ്മുടെ സ്വന്തപ്പെട്ടവർ കയറിപ്പോകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം ആവശ്യമുള്ളവരെ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അതിൻ്റെ യോഗ്യത പോലെ ഏറ്റവും ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഏറ്റവും ശുദ്ധീകരണത്തിൽ ഏറ്റവും സഹായം ആവശ്യമുള്ള ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ദണ്ഡവിമോചനങ്ങളോ ഭാഗ്യ ദണ്ഡവിമോചന പ്രാർത്ഥനകളോ ഒക്കെ കൊടുത്താൽ, സമർപ്പിച്ചാൽ, അത് പരിശുദ്ധ അമ്മ അതിൻ്റെ യോഗ്യതകൾ എടുത്ത് ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറ്റവും ആവശ്യമുള്ള ആത്മാക്കൾക്ക് കൊടുക്കുകയുള്ളൂ. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമെന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട അന്നമ്മയ്ക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്നത് അന്നമ്മയ്ക്ക് തന്നെ കിട്ടും. അപ്പോൾ അമ്മച്ചിക്ക് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രത്യേകമായിട്ട് തന്നെ വ്യക്തിയെ ഓർക്കുക. നമുക്കിപ്പോൾ ഇത്തരം ദിവസങ്ങളില്ലേ, ഒരു വർഷം തന്നെയാണെങ്കിലും 365 ദിവസങ്ങളില്ലേ, നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. 365 ദിവസത്തിൽ വേണമെങ്കിൽ 365 ആത്മാക്കൾക്ക് ഓരോ ദിവസവും നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റും. ഇനി 365 പോയില്ലെങ്കിലും ഒരു 200 പറ്റിയാലേ, ആ 200 പോട്ടെ 100 സാധിക്കുകയല്ലേ. അപ്പോൾ ഒരു 100 ദിവസമെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അപ്പം അത് ഓരോ നമ്മുടെ പ്രിയപ്പെട്ടവരായ സ്വന്തപ്പെട്ടവരായവർക്ക് വേണ്ടി അത് പ്രത്യേകമായിട്ട് അവർക്ക് തന്നെ സമർപ്പിക്കണം. കാരണം അവരും നമ്മളുമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ട്, നമ്മുടെ പൂർവികർ, നമ്മുടെ സ്വന്തപ്പെട്ടവരുമായിട്ട് നമുക്കൊരു ബന്ധമുള്ളത് കൊണ്ട് അവരെ ഈ എല്ലാ മരിച്ചവരുടെയും കൂട്ടത്തിൽ കൂട്ടി വിട്ടേക്കരുത്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. വിശുദ്ധ മരിയാവിയാനി അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായൊരു പ്രസംഗത്തിൽ, അദ്ദേഹം ആർസിലെ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം അന്ന് പള്ളിയിൽ അനേകർ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്ന് അദ്ദേഹം അവരോട് പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ പൂർവികരും മാതാപിതാക്കളും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർത്തുന്ന പ്രാർത്ഥനകൾ ഈ ദേവാലയത്തിൽ നിന്നാണെങ്കിൽ ഇതിൻ്റെ മേൽക്കൂര പോലും തെറിച്ചു പോകുന്ന പോലെ അവളുടെ വിലാപമാണ്, കരച്ചിലാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ ആത്മാക്കൾ ഇവരോട് പറയുന്നതായിട്ട് അദ്ദേഹം പറയുക, മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ, മാതാപിതാക്കളും പൂർവികരുടെ ആത്മാക്കൾ അത് പറയുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമ്പാദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീട് വെച്ചു, ഞങ്ങളുടെ സ്വത്തൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളിവിടെ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുമ്പോൾ, വേദനയുടെ ശയ്യയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സുഖമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇങ്ങനെ കിടക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ല പിന്നെ ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇനി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, നമ്മൾ ഈ പ്രാർത്ഥനയിൽ സ്വാർത്ഥത മാത്രമേ, നമുക്കും ഞാനും എൻ്റെ ഭാര്യ എൻ്റെ തേങ്ങാവെട്ടുകാരനും എന്ന് പറയുന്ന പോലെ ഒരു സ്വാർത്ഥമായ ഒരു വേലിക്കെട്ടിനുള്ളിൽ മാത്രം നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ബലികൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം അത് അങ്ങനെ അത് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി എന്ന് പറയുമ്പോൾ അത് അപ്രകാരം മറ്റുള്ള ആത്മാക്കൾക്കും അല്ലെങ്കിൽ ഏറ്റവും സഹായം ആവശ്യമുള്ള ആത്മാക്കൾക്ക് വേണ്ടിയായിരിക്കും അത് ഉപയോഗിക്കപ്പെടുക.
മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കുറച്ച് ആത്മാക്കളെ മാത്രം പ്രാർത്ഥന ചോദിക്കാൻ ദൈവം ഭൂമിയിലേക്ക് വിടുന്നത്? നല്ല ചോദ്യമാണ്. അത് ദൈവം വിടുന്നത് അവരുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവരും അവരെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ മറ്റേതോ ദൈവിക നീതി കൊണ്ടുമാണ് ദൈവം അപ്രകാരം അനുവദിക്കുന്നത്. ദൈവം വിടുന്നതല്ല, ദൈവം അനുവദിക്കുന്നതാണ് അവരെ. അതായത് 7ഉം 8ഉം നൂറ്റാണ്ടിലും 10ഉം 11ഉം നൂറ്റാണ്ടിലും 15ഉം 16ഉം നൂറ്റാണ്ടിലും 20ഉം 21ആം നൂറ്റാണ്ടിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സന്ദർശനം കിട്ടിയിട്ടുള്ള മിക്കവാറും എല്ലാ വിശുദ്ധാത്മാക്കളും തന്നെ പറയുന്ന ഒരു കാര്യം, ശുദ്ധീകരണാത്മാക്കൾ അവരെ സന്ദർശിച്ചപ്പോൾ പറയുന്ന ഒരു കാര്യം, ഒരു വാക്കിതാണ്: ഞങ്ങളെ കാരുണ്യവാനായ ദൈവം തൻ്റെ കരുണയാൽ താങ്കളെ സന്ദർശിക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്നാണ്. അനുവദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന്. അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾ ആരും സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പോരുന്നതല്ല, ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി വരുന്നതാണ്. അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നത്. അപ്പോൾ എല്ലാവരും വിടുന്നുണ്ടോ? എല്ലാവരും വരുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ടോ? എല്ലാവരും ചോദിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ ദൈവം അവരെ സന്ദർശിക്കാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കും. അതാണ് അനേകം വിശുദ്ധരുടെ ചരിത്രങ്ങളും ഒക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മാർഗ്രറ്റ് മേരി അലക്കോക്കൊക്കെ ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ബെനഡിക്റ്റൈൻ സന്യാസി അവളുടെ അടുത്ത് വന്ന് പ്രാർത്ഥന ചോദിച്ചു. അപ്പം അദ്ദേഹം പ്രാർത്ഥന ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഏതാനും ചില കുറവുകളുടെ പേരിൽ ഇപ്പോഴും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറവുകൾ എന്തെന്നും പറഞ്ഞു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ സഹോദര സ്നേഹമില്ലായിരുന്നു. ബെനഡിക്റ്റൈൻ സന്യാസിയായിരുന്നു അദ്ദേഹം, സഹോദര സ്നേഹമില്ല. രണ്ടാമത്തെ വേറൊരു കാരണം പറഞ്ഞത്, ഈ ഭൂമിയിലുള്ള വസ്തുക്കളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അതും എന്നെ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ ആക്കിയിരിക്കുകയാണ് എന്നാണ്. പിന്നെ വേറെ ഒരു കാരണം കൂടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ നിന്റെ കുമ്പസാരം കേട്ട് പാപമോചനം തരാൻ എനിക്ക് അവസരം കിട്ടിയത് കൊണ്ട് കർത്താവ് നിന്നെ സന്ദർശിക്കാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. കണ്ടോ, ഒരു ബന്ധമുണ്ട് അവിടെ. ഏതോ ഒരു ബന്ധം, ദൈവികമായ ഒരു അനുവാദം കൊടുക്കാൻ പറ്റിയ ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കുറച്ച് ആത്മാക്കളെ മാത്രം അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. എന്തോ ഒരു ദൈവികമായ ഒരു ഒരു സിസ്റ്റം അതിൻ്റെ അകത്തുണ്ട്. എല്ലാവരെയും വിടുന്നില്ല, എല്ലാവരും ചോദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ആത്മീയ ബന്ധം ഇവരെ സഹായിക്കാൻ. ഇപ്പം വിശുദ്ധ പാദ്രേപ്പിയുടെ അടുത്ത് എന്തുകൊണ്ട് ഒത്തിരി പേര് വന്നു? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉള്ളതുകൊണ്ടോ, അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, കാരണം അത് എവിടെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതുകൂടെ ഒന്ന് പൂർണ്ണമാകാൻ വേണ്ടി പറയുകയാണ്. മരിച്ചവരുടെ ആത്മാക്കളുടെ സന്ദർശനത്തെക്കുറിച്ച് ഇന്ന് വേറെ പല കാലങ്ങളായിട്ട് നമുക്കതിൻ്റെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഓജോ ബോർഡ് വഴിയൊക്കെ മൃതാത്മാക്കളുടെ അവരുടെ സന്ദർശനം, അത് പഴയ നിയമത്തിൽ തന്നെയുള്ള കാലങ്ങളായിട്ട് ഉള്ള കാര്യങ്ങളാണ്, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു കാര്യമാണ്. മരിച്ചവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തുക എന്നുള്ളത്, മൃതരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. ചില ട്രൈബുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിന്നും ഉണ്ട്. ഓജോ ബോർഡ് എന്ന് പറയുന്ന സംഭവം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് കാണാറുണ്ട്. അതൊരു പൈശാചികമാണ്, അത് മൃതാത്മാക്കളല്ല. അതിൽ കളം വരച്ച് അങ്ങനെ മൃതാത്മാക്കളെ വിളിച്ചു വരുത്തുന്നു, അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു എന്നൊക്കെയാണ് അത് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരെയും ഓജോ ബോർഡ് കളിച്ചും അതിലൂടെയൊക്കെ, ഇത് ആദ്യമേ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഒരു കളിക്കുള്ള ഒരു ഗെയിമിനായിട്ടുള്ള ഒരു ബോർഡായിരുന്നു. പിന്നീടാണിത് അതൊരു പൈശാചികമായ ഒരു ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ശക്തി, അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് മാറിയത്. ഏതായാലും ഈ ഒരു കാര്യമല്ല, ആത്മാക്കളെ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. ഭൂമിയിലുള്ള ഒരാൾ വിളിച്ചു വരുത്തി കാണുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഉള്ളതല്ല നമ്മൾ ഇവിടെ കാണുന്നു. വിശുദ്ധ പാദ്രേപ്പിയോയോ മാർഗ്രറ്റ് മേരി അലക്കോക്കോ ഫ്രാൻസിസ് അസീസിയോ അല്ലെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീനയോ അല്ലെങ്കിൽ ആരെയും വിളിച്ചു വരുത്തുന്നതല്ല. അവർക്കാർക്കും ഇത് കാണാനും അവർ കേൾക്കാനും ഇഷ്ടമില്ലാത്തവരാ വാസ്തവത്തിൽ.
പാതിരപ്പിയുടെയൊക്കെ ആരംഭകാലത്ത് അങ്ങനെയുള്ളവർ വരുമ്പോൾ അദ്ദേഹത്തിന് പേടിയായിരുന്നു. മരിയാസിമ്മ ഈ നൂറ്റാണ്ടിൽ ഒത്തിരിയേറെ ശുദ്ധീകരണാത്മാക്കളെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ്. അവരും അതെ, ആദ്യമൊക്കെ അത് എന്നോട് മിണ്ടണ്ട, എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യകാലത്തൊക്കെ വിട്ടതാ ഈ ശുദ്ധീകരണാത്മാക്കൾ ഇവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ. പാതിരപ്പിയൊക്കെ ഒത്തിരി പേടിക്കുമായിരുന്നു, അതിന് ഭയങ്കര പേടിയായിരുന്നു. ശുദ്ധീകരണാത്മാക്കളുടെ സന്ദർശനം കണ്ടിട്ട് അദ്ദേഹം ഒത്തിരി ഭയപ്പെട്ട് വിറച്ച്, അത് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരും കണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് വളരെ വിഹ്വലനായി അദ്ദേഹം നടക്കാറുണ്ടായിരുന്നു ആരംഭകാലങ്ങളിൽ. കാരണം അതിനെക്കുറിച്ച് അധികം അറിയില്ലാത്തതുകൊണ്ടോ കേട്ടറിവില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വളരെ പരിചിതരായ ആളുകളായി മാറി ശുദ്ധീകരണാത്മാക്കൾ. അപ്പം ഇവരാരും വിളിച്ചു വരുത്തുന്നല്ല, ദൈവം അനുവദിക്കുന്നത് കൊണ്ട് തൻ്റെ കാരുണ്യത്താൽ ഇവരെ സന്ദർശിക്കാനും പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടി വിടുന്നതാണ് എന്ന് ഓർക്കുക. മറ്റത് മൃതാത്മാക്കളൊന്നുമല്ല. മൃതാത്മാക്കളുടെ പേരിൽ വിളിച്ചു വരുത്തുന്നത് മിക്കവാറും പൈശാചിക ശക്തികളാണ്, പൈശാചിക അരൂപികളാണ്. ഞാനൊരു 6-7 പേരെയെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ 10-15 അല്ലെങ്കിൽ 10-20 കൊല്ലത്തിനിടയിൽ ഓജോ ബോർഡ് ചെയ്ത് അത് കളിച്ച് മാനസിക രോഗം വന്ന, അല്ലെങ്കിൽ മാനസിക രോഗം പോലെ മനസ്സിൻ്റെ നില മുഴുവനും തകർന്ന ഒരു 6-8 പേരെങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആയിരുന്ന സമയത്ത്. അവരെല്ലാവരും തന്നെ കാരണം അതുകൊണ്ട് അവരിലൂടെയാണ് ഞാൻ ഈ വിവരങ്ങൾ കുറേ അറിഞ്ഞത്. അവരൊക്കെയും രാത്രിയുടെ ഏകാന്തതകളിൽ കൂട്ടുകാരോടൊത്തോ അല്ലെങ്കിൽ തനിച്ചോ ഒക്കെ ഇങ്ങനെ മൃതാത്മാക്കൾ വിളിച്ചു വരുത്തുകയും അവരുടെ ചില ഇടപെടലുകൾ അവരുടേന്നല്ല, വാസ്തവത്തിൽ അവർ ചിന്തിക്കുന്ന മൃതാത്മാക്കളെന്നായിരിക്കും. പക്ഷേ ഈ മൃതാത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഒരാത്മാവും ഇങ്ങനെ വിളിച്ചാലും വരാൻ പോകുന്നില്ല. പിന്നെ വരാനുള്ളത് ആരാ? പിന്നെ വരാനുള്ളത് നരകത്തിൽ നിന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ആത്മാക്കൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ വന്ന് പിന്നീട് അവരുടെ മാനസിക നിലയൊക്കെ പൂർണ്ണമായും തകർന്ന അനുഭവങ്ങളൊക്കെ ഉള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ഇത് ബന്ധമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ശുദ്ധീകരണാത്മാക്കൾ ഭൂമിയിലേക്ക് വരുന്ന ഓക്കെ. മറ്റൊരു ചോദ്യം, ജത്രൂത് പുണ്യവതിയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ 1000 ആത്മാക്കൾ കയറിപ്പോകുമെന്ന് പറയുന്നു, അത് ശരിയാണോ? ജത്രൂത് പുണ്യാളത്തി ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകും. അത് ഒരു വെളിപാടാണ്. ജത്രൂത് പുണ്യാളത്തിക്ക് കൊടുത്ത പ്രാർത്ഥനയാണത്. നിത്യപിതാവേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലിയാൽ 1000 ആത്മാക്കൾക്ക്, അത് കൃപാവരത്തിൽ ചൊല്ലി പ്രാർത്ഥിച്ചാൽ 1000 ആത്മാക്കൾക്ക് സഹായമാകും, 1000 ആത്മാക്കൾ കയറിപ്പോകുമെന്ന് വിശുദ്ധ ജത്രൂതിന് കർത്താവ് കൊടുത്ത വെളിപാടാണ്. പക്ഷെ സഭ ഔദ്യോഗികമായിട്ട് ഇപ്പോഴത്തെ സമയത്ത്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബെനഡിക്റ്റ് പാപ്പ അത് പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു നമ്പറിനെ കുറിച്ച് ഇനി ആരും പറയേണ്ടതില്ല എന്ന്. അപ്പോൾ പല പ്രാർത്ഥനകൾക്കും അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നന്മ നിറഞ്ഞ ചൊല്ലിയാൽ 100 ആത്മാക്കൾ അല്ലെങ്കിൽ 100 ദിവസങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കുറയും എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളൊക്കെ ചില വിശുദ്ധരായ വിശുദ്ധർക്കൊക്കെ കിട്ടിയതാകാം. പക്ഷെ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതുപോലെ ഉണ്ടെങ്കിലും ആ നമ്പറുകളിലേക്ക് ആരും ഒതുങ്ങണ്ട, ആ നമ്പറുകളിലേക്ക് ആരും ചിന്തിച്ച് ഇത്ര നമ്പർ ഇതെന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ നമ്പറല്ല സ്വർഗത്തിൻ്റെ നമ്പർ. അത് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തതാണെങ്കിൽ തന്നെയും മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു നമ്പറിനെ കുറിച്ച് ഇനി ആരും പറയേണ്ടതില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ട്. അതുപോലെ പല പ്രാർത്ഥനകൾക്കും അതുപോലെയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ ആരും പറയാറില്ല, അങ്ങനെ പറയേണ്ടതില്ല എന്ന് പാപ്പ പറഞ്ഞു. കാരണം ദണ്ഡവിമോചനം എന്ന് പറയുന്നത് മാർപ്പാപ്പായുടെ ഒക്കെ ആ ഒരു എന്താ പറയണത് അധികാരത്തിൻ്റെയും ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ വികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ ഒരു കാരുണ്യത്തിൻ്റെ റെവലേഷനായിട്ടും എക്സ്പ്രഷനായിട്ടുമൊക്കെ ദൈവം കൊടുത്ത ഒരവസരം, ഒരു അനുഭവമാണ് ഈ ദണ്ഡവിമോചനം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആ നിർദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ചോദ്യം, ശുദ്ധീകരണാത്മാക്കൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാകുമോ? ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമോ? ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അവസാന ദിവസം ഞാൻ സംസാരിക്കും. എങ്കിലും അതിനെ ചുരുക്കി പറഞ്ഞേക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാകുമോ എന്ന കാര്യത്തിൽ സഭ ഔദ്യോഗികമായിട്ടൊന്നും ഒരു ഉത്തരവും കൊടുക്കുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല, ഔദ്യോഗികമായിട്ട് ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ പിന്നെ അവർ തന്നെ നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണ്, നമ്മുടെ സഹായം മാത്രമാണ് അവർക്ക് സഹായമായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നമ്മൾ അവസാന ദിവസത്തെ ക്ലാസ്സിൽ പറയാം.
ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാനാവുമെന്ന് ചോദിച്ചാൽ അവർക്ക് പരിഹരിക്കാൻ പറ്റിയാൽ അവരെങ്ങനെയാണ് പരിഹരിക്കുന്നത്? സ്വർഗത്തിലുള്ളവർക്ക് അവർ സ്വർഗത്തിലെത്തിയാൽ പറ്റും. അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗീയ കൃപകൾ നമുക്ക് വാങ്ങിത്തരാൻ പറ്റും. ശുദ്ധീകരണത്തിൽ കിടന്ന് സ്വർഗീയ കൃപകൾ നമുക്ക് വാങ്ങിത്തരാൻ പറ്റിയല്ലോ. പക്ഷെ അവർ വിശുദ്ധരാണ്. പക്ഷെ അവർക്ക് സ്വർഗീയ കൃപകൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവരെ നമ്മൾ ആദ്യമേ സ്വർഗത്തിലെത്തിക്കുക. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ളവരെ അവർ സഹായിച്ചേക്കും. അവർക്ക് ഭൂമിയിലുള്ളവരെയും പിന്നെ അവരെ സഹായിച്ചവരെയൊക്കെ അവർ തീർച്ചയായും തിരിച്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവർ സഹായികളാണ്. കാരണം അവർ ഉപകാരികളാണ്. അവർ ജീവിച്ചിരിക്കുന്നവർ ചിലപ്പം നമുക്ക് ഉപകാരം ചെയ്തെന്ന് വരികയല്ല. നമ്മൾ എന്തെല്ലാം ഉപകാരം ചെയ്താലും നമ്മളെയൊക്കെ ചിലപ്പോൾ അവരൊക്കെ മറന്നു കളഞ്ഞേക്കും. അല്ലേ? അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വലിയ ഉപകാരങ്ങളൊക്കെ ചെയ്ത് കാണും. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഉപകാരം ചെയ്തവരോർത്തോണം, കിട്ടിയവരതൊക്കെ മറന്നു കളയും, നന്ദി ഉണ്ടായില്ല. പക്ഷേ ശുദ്ധീകരണാത്മാക്കൾ അങ്ങനെയല്ല. അവർ നന്ദിയുള്ളവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചവർ അവർ മറക്കുകയല്ല. അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവരെ അനുഗ്രഹിക്കുമെന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ശുദ്ധീകരണാത്മാ, അപ്പോൾ പിന്നെ അവർ ശുദ്ധീകരണാത്മാക്കളല്ല, സ്വർഗാത്മാക്കൾ, സ്വർഗീയ വിശുദ്ധരാണ് അവർ. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കും. അവർ നമ്മുടെ ജീവിതത്തിലൊക്കെ അവർ നമ്മളെ സഹായിച്ചേക്കും. മറ്റൊരു ചോദ്യം, കല്ലറയ്ക്ക് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രാധാന്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. കല്ലറയ്ക്ക് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വല്ല പ്രയോജനമുണ്ടോ? കല്ലറയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് കരുതി കല്ലറയ്ക്ക് മുമ്പിൽ വെച്ചേ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എവിടെ വെച്ചും പ്രാർത്ഥിക്കാം. കാരണം നമുക്കറിയാലോ, കല്ലറ എന്ന് പറയുന്നത് എന്താ? ശരീരം വിശ്രമിക്കുന്ന സ്ഥലമാണത്. മരിച്ചുപോയ ആൾക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശരീരം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് ആത്മാവാണ് പോയത്. അപ്പോൾ ഒരു ചോദ്യം, അപ്പം ശരീരം തീർന്നില്ലേ? ശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു, അത് ഒരുപക്ഷെ മണ്ണായി കാണും, അല്ലെങ്കിൽ പുഴുക്കൾ തിന്ന് കാണും, അല്ലെങ്കിൽ ചാരമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചാരമായിട്ടുണ്ട്. അപ്പം ചാരമായി, മണ്ണായി, ഇതങ്ങനെ ആയിപ്പോയി. ഇനി വേറെ ചിലരുടെ ശരീരങ്ങൾ നമ്മൾ ചിലപ്പോൾ കടലിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആകാശത്തിൽ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അപ്പം എവിടെയായിരുന്നാലും ശരി, ശരീരം ഈ ഭൂമിയിൽ എവിടെയോ അല്ലെങ്കിൽ ഈ അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ശരീരം വിശ്രമിക്കുന്ന സ്ഥലം അത് ഏതുമാകട്ടെ, അത് കല്ലറ, അതിന് ഒരു പൂജ്യമായ ഒരു സ്ഥലം തന്നെയാണത്. അതൊരു പ്രാർത്ഥനയുടെ സ്ഥലമായിട്ട് മാറേണ്ടതുമാണത്. ഭയപ്പെടാതെയാണ് കല്ലറകളും സിമിത്തേരികളെയൊക്കെ പലപ്പോഴും പലരും കാണാറുള്ളത്. പലരും അവിടെ പോകാൻ പേടി, കാരണം അവർ വല്ലതും ഉപദ്രവിക്കുകയോ എന്നൊക്കെയുള്ള ഭയങ്ങളാണ്. പണ്ടൊക്കെ ഇങ്ങനെയുള്ള കുറേ കെട്ടുകഥകളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ കല്ലറകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു, ചീറ്റുന്ന ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ കേൾക്കാൻ. ഇപ്പോഴൊന്നും അങ്ങനെ കേൾക്കാറില്ല. കാരണം ഇപ്പം എന്തെങ്കിലും ചീറ്റുന്നുണ്ടെങ്കിൽ പോയി നോക്കാൻ ആളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചീറ്റുന്നതിൻ്റെ കാരണം എന്നാന്ന് കണ്ടെത്താനും പറ്റും. അത്രേ ഉള്ളൂ. അപ്പം ഈ കല്ലറകളിൽ അവരുടെ ശരീരങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം അത് ചിലപ്പോൾ മണ്ണായിട്ടുണ്ടാകാം. പക്ഷേ ഇതിന് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കുന്നതും കല്ലറകളിൽ പോയി ഒപ്പീസ് ചെല്ലുന്നതും ഒക്കെ. അതുകൊണ്ടാണ് കല്ലറകളിൽ പോയി നമ്മൾ വ്യക്തിപരമായിട്ടാണ് പലരും പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്കരയിൽ നിന്ന് പോയി പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ ശരീരം ഇവിടെ ഉണ്ട്. ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിലോ സ്വർഗത്തിലോ ആകട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധരുടെ കബറിടങ്ങൾ എത്ര മനോഹരം എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ നമ്മൾ? വിശുദ്ധരുടെ കുടീരങ്ങൾ എത്ര മനോഹരം. അൽഫോൻസാമ്മയുടെ ഭരണങ്ങാനത്ത് പോയി അൽഫോൻസാമ്മയുടെ ആ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്, വളരെ ശാന്തത ലഭിക്കുന്നു, വളരെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നു എന്ന് പലരും പറയാം. കാരണം ആ കബറിടങ്ങളൊന്നും വിശുദ്ധരുടെ കബറിടങ്ങൾ ഒരിക്കലും ഭയാനകമല്ലത്. മരിച്ചവരുടെ കബറിടങ്ങൾ അത് ശുദ്ധീകരണത്തിലുള്ള ഒരു ആത്മാക്കളെങ്കിൽ തീർച്ചയായും അത് സ്വസ്ഥതയും ശാന്തതയും നമുക്ക് തരുന്നതാണ്. കല്ലറകൾക്ക് ബന്ധമുണ്ട്. കാരണം ഇവിടെ അവശേഷിച്ച ശരീരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിന് ഈ ശരീരവുമായിട്ടൊരു ബന്ധമില്ലേ? ഇനി മാത്രമല്ല, ഈ ശരീരം ഇനി ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ് താനും. അതാണ് പ്രധാനം. മണ്ണായി തീർന്ന, ചാരമായി തീർന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മണ്ണിൽ അലിഞ്ഞു പോയ ഈ ശരീരം ഇനി ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഇതിലൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. റിസറക്ഷൻ ഓഫ് ദ ബോഡീസ്, ശരീരത്തിൻ്റെ ഉയർപ്പ്. റിസറക്ഷൻ ഓഫ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ സത്യമാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന ഒരു കാര്യമാണത്.
അന്ത്യവിധിക്ക് മുമ്പായി ശരീരങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അവിടെ വായിക്കുന്ന എന്താണ്? ഈശോയുടെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേൾക്കും, സ്വരം കേൾക്കും. അവരെല്ലാം നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പൊ കല്ലറയിൽ നിന്ന് പുറത്തു വരാനുള്ളതാ. അപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കല്ലറയുമായി ബന്ധമുണ്ട്. കാരണം ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഉദ്ധിതമായ ശരീരത്തോടെയാണ് അവര് അന്ത്യവിധിക്ക് പ്രത്യക്ഷമാകുന്നത്, റിസറക്റ്റഡ് ബോഡി. അതിനുശേഷമാണ് ഗ്ലോറിഫൈഡ് ബോഡിയോടെ ഈ ആത്മാവും ശരീരവും കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം എന്ന് പറയുന്നത് അത് ഈ ശരീരമല്ല കേട്ടോ. ഇങ്ങനെ ഈ മൃതമായ പിന്നെ മരിച്ചു പോകുന്ന അഴിഞ്ഞു പോകുന്ന ശരീരമല്ല. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അത് ആ ശരീരം മഹത്വമേറിയ ശരീരമാണ്, ഉദ്ധിതമായ ശരീരമാണ്, അത് അനശ്വരമാണ്, അത് വ്യത്യസ്തമാണ്. പക്ഷികളുടേതൊന്ന്, മൃഗങ്ങളുടേത് വേറൊന്ന്, മനുഷ്യൻ്റേത് വേറെ. ശോഭയ്ക്കും വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളുടേതൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും ശോഭയ്ക്ക് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ശരീരങ്ങൾക്ക് തമ്മിലും ഇതെല്ലാം വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ വിശുദ്ധിയിൽ ജീവിച്ചവരുടെ അവരുടെ ശരീരങ്ങൾ അതിന് ശോഭ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ശുദ്ധീകരണ സ്ഥലത്തിലായിരുന്ന അല്ലെങ്കിൽ നരകത്തിൽ പോയൊരു ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. നരകത്തിൽ പോയൊരു ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. അപ്പം എല്ലാ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഉയർപ്പിന് ശേഷമാണ്, ശരീരത്തിൻ്റെ ഉയർപ്പിന് ശേഷമാണ് അന്ത്യവിധി. അതുപോലെ ഇതെല്ലാം നടക്കുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിനോട് കൂടിയാണ്. അപ്പം ഈ 2ാമത്തെ വരവെന്ന് പറയുന്നത് സുപ്രധാനമായൊരു കാര്യമാണ് കേട്ടോ. ചിലർ ഇപ്പോൾ ഉടനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു. പേടിപ്പിക്കാനുള്ള കാര്യങ്ങളല്ല, എന്നാലും നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല, നമുക്ക് ആർക്കും പറയാനും ഊഹിക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ 2ാമത്തെ വരവിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് മനുഷ്യപുത്രന് പോലും അറിയില്ല, പിതാവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. അപ്പോൾ ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ ഈ പുത്രനായ ഈശോ വരുന്ന ആ 2ാമത്തെ വരവ്, അങ്ങനെ 2 വരവേ ഉള്ളൂ. ഒന്ന് അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ അവതരിച്ചു, ഇനി അവിടുന്ന് 2ാമത് വരും, അവിടുന്ന് നീതിവിധിയാളനായി. ആ വരവിൽ അവശേഷിക്കുന്നവർ, അപ്പം അന്ന് ജീവിച്ചിരിക്കുന്നവർ, അവർ ഒരുക്കത്തോടെ ഉള്ളവരാണെങ്കിൽ അവർ എടുക്കപ്പെടും, അല്ലാത്തവർ തിരസ്കരിക്കപ്പെടും. അപ്പം യേശുവിൻ്റെ 2ാമത്തെ വരവ് എന്ന് പറയുമ്പോൾ അത് അന്ന് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ഇത്. അത് കാരണം അതിനു മുമ്പ് മരിച്ച് ശുദ്ധീകരണ സ്ഥലമുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അന്ന് യേശുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള അവസരം ഉണ്ടാകുകയില്ല. കാരണം ആ 2ാമത്തെ വരവോടുകൂടെ പിന്നെ വിധിയും ഒക്കെയായി, പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിന് അവസരമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ എന്ന്. പിടിയോ? കള്ളൻ എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കുക. ഓൾവേസ് ബി വിജിലന്റ്. ഇതാണ് വചനം പറയുന്നത്. എത്ര തവണയാണ് ബൈബിളിലും, അതായത് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ പറയുന്നത്. എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമല്ലേ, സദാ ജാഗരൂകരായിരിക്കുവിൻ. കെട്ടുമുറുക്കി അരമുറുക്കി എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. ഈ ഒരു സന്ദേശം ബൈബിളിൻ്റെ അതിശക്തമാണ്. കാരണം അവൻ്റെ വരവ് എപ്പോഴെന്നറിയാത്തത് കൊണ്ട് ഇപ്പോഴുള്ളവർ എന്ത് ചെയ്യണം? അവർ കാത്തിരിക്കണം, അവർ യേശുവിന് വേണ്ടി കാത്തിരിക്കണം, അവർ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ചിലപ്പം പെട്ടെന്ന് ഒന്നല്ല, ഉടനെ ഉണ്ടാകും എന്ന് പറയുമ്പോഴും ചിലപ്പോൾ വർഷങ്ങളുണ്ടാകാം, ചിലപ്പോൾ ഉടനെ വരാം, നമുക്ക് അറിഞ്ഞുകൂടാ. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഈശോയുടെ വാക്കുകളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആദിമസഭ തന്നെ ആദ്യമേ പ്രചാരിച്ചിരുന്നത് ഈ യേശുവിൻ്റെ 2ാം വരവ് ഉടനെ ഉണ്ടാകുമെന്ന് അവരും വിചാരിച്ചിരുന്നതാണ്. പിടികിട്ടിയോ? 1-ാം നൂറ്റാണ്ടിൽ തന്നെയും അവരും വിചാരിച്ചു ഉടനെ ഉണ്ടാകുമെന്ന് കരുതി അവർ തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മാറാനാത്ത. മാറാനാത്ത എന്ന് പറഞ്ഞാൽ ലോർഡ് കം സൂൺ, കർത്താവേ വേഗം വരണമേ എന്നാണ്. വേഗം വരണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത്. പക്ഷെ അവർക്ക് പിന്നീടാണ് മനസ്സിലായത് അത് ഉടനെ അങ്ങനെ വരുന്നതല്ല. കർത്താവിൻ്റെ സമയത്തിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് അതിൻ്റെ അളവ് വേറെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 1 വർഷമോ 2 വർഷമോ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാനും പറ്റിയല്ല. അതുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കുക,
ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ കല്ലറയ്ക്ക് ഇതുമായി ബന്ധമുണ്ട്. കല്ലറയ്ക്ക് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട്. ഇനി ഇപ്പം കല്ലറയ്ക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല, ഒരു കുഴപ്പമില്ല. ഒരു ആത്മീയമായിട്ട് നമ്മൾ ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി അവരുടെ ചിലപ്പം കല്ലറ ചിലപ്പം അമേരിക്കയിലായിരിക്കാം, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കേരളത്തിലാണ്. അവരിപ്പോൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എല്ലാ ഫലങ്ങളും കിട്ടിക്കൊള്ളും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അങ്ങനെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇനി മറ്റൊന്ന്, ആത്മാക്കൾ അവരുടെ ബന്ധുക്കളെ അറിയുമോ, അവർ ഓർമ്മിക്കുമോ? അടക്കിയ കല്ലറയുമായി ആത്മാക്കൾക്ക് എന്തെങ്കിലും അടുപ്പമുണ്ടോ? ആത്മാക്കൾക്ക് ഈ കല്ലറയായിട്ട് ഇനി അടുപ്പമെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമുള്ളത് കൊണ്ട് അതിനോട് അടുപ്പമുണ്ട്, അതിനോടൊരു ബന്ധമുണ്ട്. അത് വേണം നമ്മൾ മനസ്സിലാക്കാൻ, പറഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം അവർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ ആത്മാവ് വസിച്ച ശരീരമാണത്. മാത്രമല്ല ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരവുമാണ്. അപ്പം അതുകൊണ്ട് ഈ ശരീരവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ആ കല്ലറയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഇനി ആത്മാക്കൾ അവരുടെ ബന്ധുക്കളെ അറിയുമോ? തീർച്ചയായിട്ടും. അവർക്ക് ആ കൊഗ്നിറ്റീവ് അവരെ അറിയാനുള്ള ഇതൊക്കെ ഉണ്ട്. അവരറിയാനും അവരെ സഹായിക്കാനും, അതായത് ശുദ്ധീകരണ സ്ഥലത്തിലല്ല, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സഹായിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. ബന്ധുക്കളെ അറിയാം, അവരെ തിരിച്ചറിയും, ഇതൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ള ആ അന്ത്യവിധിയിലൊക്കെ എല്ലാവരും അറിയും. എല്ലാവരും അറിയുന്നവരെയൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഓർമ്മിക്കാനോ കാണാനോ. ഇപ്പം നമ്മൾ പറയുന്ന ഈ ഇതുപോലെയുള്ള സംസാരമോ ഇതുപോലെയുള്ള കണ്ണും കൊണ്ടുള്ള കാഴ്ചയൊന്നും അല്ലല്ലോ. അതിനൊക്കെ അപ്പുറത്തുള്ള ഗോചരം അല്ലാത്ത അഗോചരമായ ഒന്നാണിതെല്ലാം. അപ്പം കണ്ണും അല്ലെങ്കിൽ ചെവിയും കാഴ്ചകളും സംസാരങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരു മറ്റൊരു തലത്തിലുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ എല്ലാം അങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളത് പോലെ കൊണ്ടുള്ള പ്രയോജനങ്ങളോ അല്ലെങ്കിൽ പ്രയോഗങ്ങളോ അല്ല എന്നുള്ളത് മാത്രം ഓർക്കുക. മറ്റൊരു ചോദ്യം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ ഭൂമിയിൽ അവരെ ഓർത്ത് കരയുന്നതും ദുഃഖിച്ചിരിക്കുന്നതും ആത്മാവിന് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുമോ? ഭൂമിയിലേക്ക് അവരെ പിടിച്ചു വലിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്നാൽ അത് വിശദീകരിക്കാമോ എന്ന് ഒരു കൊള്ളാവുന്ന ചോദ്യം തന്നെയാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ ഭൂമിയിൽ അവരെ ഓർത്ത് കരയുന്നതും ദുഃഖിച്ചിരിക്കുന്നതും ആത്മാവിന് തടസ്സമാകുമോ? അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ ഭൂമിയിലേക്ക് പിടിച്ചു വലിക്കുന്ന പോലെയുള്ള അനുഭവം അല്ലേ? അത് കുറച്ച് കാര്യമുണ്ട്, അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. വെറുതെ കേട്ട് വിടേണ്ടതല്ല, ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ആത്യന്തികമായിട്ട് തന്നെ അറിയോ, നമ്മൾ മരണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ കുറവാണിത്, ഈ പ്രശ്നം. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഓർത്ത് ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്ന ആ രീതി എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, നമ്മുടെ ബോധ്യങ്ങളുടെ കുറവിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ബോധ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം. കാരണം മരിച്ച് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെത്തി അല്ലെങ്കിൽ സ്വർഗത്തിലെത്തിയ ആത്മാവിനെ കുറിച്ച് ഇവിടെ വേദനിച്ചും കരഞ്ഞും കൊണ്ടിരുന്നതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. അവരിപ്പം നമ്മളല്ല അവരെ നിയന്ത്രിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ദുഃഖിച്ചു എന്ന് കരുതി അവർക്കിപ്പം ഒരു ബന്ധം. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് അത് ബന്ധനമാകാം, ജീവിച്ചിരിക്കുന്നവർക്ക് അത് ബന്ധനമായി മാറാം. അവരല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ഇവരെക്കുറിച്ചുള്ള ദുഃഖവും ഇവരെ ഓർത്തുള്ള വിലാപവും ഒക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ബന്ധനമാകാം. കാരണം അവരെന്നും ദുഃഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഇങ്ങനെ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു ബന്ധനത്തിൻ്റെ തടവറയിൽ കിടക്കുക. ആ തടവറ ഒരിക്കലും ക്രിസ്തീയമല്ല. അങ്ങനെ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പറയുന്നത് കേട്ടോ, കൃത്യമായിട്ട് കേട്ടോ. പലവണ്ണം കേട്ടിട്ടുള്ളതാണ്, എല്ലാ മരിച്ചടക്കിലും വായിച്ച് കേൾക്കുന്ന വചനഭാഗമാണ്. പക്ഷെ അതെങ്ങനെ കേട്ട് അർത്ഥം മനസ്സിലാകാതെ പോയിട്ടുണ്ടാവും. മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി, മരിച്ചവരെ പറ്റി
നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേട്ടോ, ഈ അറിവാണ് വേണ്ടത്. അറിവ് പ്രധാനപ്പെട്ട കേട്ടോ. ചിലർ പറയും അറിഞ്ഞിട്ട് എന്നാ കാര്യം, അറിവ് കിട്ടിയിട്ട് എന്നാ കാര്യം. അറിവ് കൊണ്ട് കാര്യമുണ്ട്. അറിവില്ലെങ്കിൽ എങ്ങനെയാണ് ബോധ്യം ഉണ്ടാകുന്നത്? അറിവില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടുന്നത്? അറിവാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ സുവിശേഷകൻ പോലും പറയുന്നത് യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ എന്നാണ് പറഞ്ഞത്. അറിയണം, അല്ലാതെ അറിയാതെയും അറിവില്ലാതെയും ഒന്നും ആർക്കും നിത്യജീവിതവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് അറിയണം, അറിഞ്ഞിരിക്കണം. മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ പോക്കുകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട ഒരു ആത്മാവ്, ഒരു വ്യക്തി മരിച്ചാൽ, അതാണ് ഇവിടുത്തെ ചോദ്യവും അത് തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. അപ്പം മരണത്തിന് ശേഷം എന്താ പറയുന്നത്? യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. ഇത് വിശ്വസിക്കണം. അല്ലാതെ മരിച്ചവരെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടെന്നർത്ഥം. മാനുഷികമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, കുട്ടി, കുഞ്ഞ്, അല്ലെങ്കിൽ അപ്പൻ, അമ്മ നനച്ചിരിക്കാത്ത സമയത്ത് മരിച്ചു, അല്ലെങ്കിൽ ആ കാലത്തിൽ മരിച്ചു. ഇനി പ്രായമായിട്ടാണെങ്കിലും സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയി, ആൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി, എന്നേക്കുമായി പിരിഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഓർമ്മ നമ്മളെ വിഷമിപ്പിക്കുമായിരിക്കാം, ആ സ്നേഹത്തിൻ്റെ ബന്ധം. പക്ഷേ ഇനി അതിന് മറ്റൊരു തലമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതുവരെ നമ്മൾ അവരുടെ ശാരീരിക സാന്നിധ്യം അനുഭവിച്ച്, ആ സ്നേഹം അനുഭവിച്ചെങ്കിൽ ഈ മരണത്തോടുകൂടെ അവർ വേറൊരു തലത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അവരെ ഇനി അവരെ എന്തിനാ അവരെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റിയല്ല. എന്തിനാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കേണ്ടത്? അവരെക്കുറിച്ച് ദുഃഖിക്കുന്നു, അവരെക്കുറിച്ച് നിരാശപ്പെടുന്നു, അവരെ ഓർത്ത് നമ്മളിന്ന് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ ആത്മീയമായൊരു ബന്ധനത്തിൽ നമ്മളെയാക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് ആ പ്രശ്നം. അതുകൊണ്ടല്ലേ ഇപ്പം സീറോ മലബാർ സഭയുടെ ഒപ്പീസിലാണെങ്കിൽ പ്രാർത്ഥിക്കും, മരിച്ചവരെ ഉയർപ്പിക്കണമേ, ജീവിക്കുന്നവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കും. പലതവണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. അപ്പം ജീവിച്ചിരിക്കുന്നവർ ഇനി എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ ആശ്രയിച്ച് വരാനിരിക്കുന്ന ജീവിതത്തെ മുന്നിൽ കണ്ട് അവർ ജീവിക്കാൻ നോക്കണം. അല്ലാതെ മരിച്ചവരെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട്, അവരെ ഓർത്ത് വേദനിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ബന്ധനത്തിൽ കഴിയാതെ അവർ സ്വസ്ഥമായ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, മരിച്ചുപോയ ഒരു വ്യക്തി, മരണമടഞ്ഞ ഒരു വ്യക്തിക്ക് നമുക്കറിയാം മരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ചിലപ്പോൾ ബന്ധനമുണ്ടാകാം, അല്ലേ? ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുമായിട്ടുള്ളൊരു ബന്ധമാണത്. ഭൂമിയുമായിട്ടും ഭൂമിയിലുള്ളതുമായിട്ടും നമ്മുടെ ആത്മാവിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഒരു കൊളുത്തായി മാറുക. അത് ഒരു തടസ്സമാണ് മരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിന് വലിയൊരു തടസ്സമാണ്. അത് ചോദിച്ച ചോദ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതുകൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാതെ മരണത്തിന് ശേഷം അവർ സ്വർഗത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തിയെന്ന് കരുതി അതൊരു ജീവിച്ചിരിക്കുന്ന വേറൊരാൾക്കും ഒരു ബന്ധനമാകിയല്ല, അവർക്കും ബന്ധനമാകിയല്ല, തടസ്സമാകിയല്ല. കാരണം അവർ വേറൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവർ സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിൽ അവർ അതിൻ്റെ ആ നിയന്ത്രണത്തിലാണ്. പിന്നെ സ്വർഗത്തിലെങ്കിൽ അവർ സ്വർഗത്തിലാണ്, നരകത്തിലാണെങ്കിൽ അതിൻ്റെ അനുഭവത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇത് അവരെ സ്വാധീനിക്കുന്നില്ല എന്ന് ഓർക്കുക. പക്ഷെ അതേസമയം ഓർക്കണം, മരണസമയത്തും ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആത്മീയ ബന്ധനം എന്ന് പറയുന്നത്, ബോണ്ടേജ് എന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതൊക്കെ നമ്മൾ അത് മനസ്സിലാക്കി അതിൽ നിന്നുകൂടെ വേർപിരിയുന്നത് നല്ലതാണ്. അതിനു വേണ്ടി പറയുന്നതാണ്. ചിലരുണ്ട് ഈ മരിക്കുന്ന സമയത്തും പ്രായമായാലും അവർക്ക് ഇപ്പോഴും ആ സ്വത്തിനെക്കുറിച്ച്, അതുപോലെ തന്നെ മുതൽ, വീട്, വസ്തുവകകൾ, പ്രിയപ്പെട്ടവർ, അവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ തന്നെ ഇങ്ങനെ കഴിയും. അല്ലെങ്കിൽ അതുമായിട്ടുള്ളൊരു കെട്ടുപാട്, ബോണ്ടേജ്, ഇതെല്ലാം ബന്ധപ്പെട്ട വാക്കുകളുമാണ്. ആ ഒരു ബോണ്ടേജ് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടാൻ ആ ബോണ്ടേജ് ചിലപ്പോൾ തടസ്സം നൽകാം. നമ്മൾ ഓർക്കേണ്ട കാര്യം, ശരീരത്തിനും ആത്മാവിനും വ്യത്യസ്തമായ താല്പര്യങ്ങളും വ്യത്യസ്തമായ ഇഷ്ടങ്ങളുമാണുള്ളത്. ഇതിനെക്കുറിച്ച് പറയുന്ന സുന്ദരമായ ഒരു എഴുത്ത് വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെയാണ്.
മഹാനായ വിശുദ്ധ ഗ്രിഗറി ഇതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ ബോണ്ടേജിനെ കുറിച്ച് പറയുന്നതിനെ അറിയാം. അതായത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ ആത്മാവിൻ്റെ ഇഷ്ടമായി മാറുന്നതാണ് ബന്ധനം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിവിടെ ബന്ധനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി പേര് ബന്ധന പ്രാർത്ഥന അല്ലെങ്കിൽ ബന്ധനത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, വിവാഹബന്ധനം അല്ലെങ്കിൽ സ്ഥലം വയ്ക്കാനുള്ള തടസ്സം അത് ബന്ധനം, കുഞ്ഞുങ്ങളില്ലാത്തത് ബന്ധനം, എല്ലാം ബന്ധനമാണ്. ഇതൊന്നുമല്ല ആത്മീയ ദർശനത്തിൽ ബന്ധനം എന്ന് പറയുന്നത്. ആത്മീയ ദർശനത്തിൽ റിയൽ ബോണ്ടേജ് എന്ന് പറയുന്നത്, ബന്ധനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ, രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളായി മാറുന്നതാണ് ബന്ധനം എന്ന് പറയുന്നത്. അതാണ് ഗ്രിഗറി മാർപ്പാപ്പ കൃത്യമായി സുന്ദരമായ വ്യാഖ്യാനമാണത്. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന് സുഖം എന്നാ, ശരീരത്തിന് സന്തോഷം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടാത്ത ശരീരത്തിന് ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ ശരീരത്തിന് നല്ല സുഖമാണ്, അല്ലെങ്കിൽ സെക്സ് ശരീരത്തിൻ്റെ സുഖമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുന്നു, സുഖമാണ്. ചിലരുണ്ട് അത് ആ സുഖത്തിലാണ് കഴിയുന്നത്, അവർ വേറൊന്നും ആയിരിക്കില്ല, അവർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അത് വലിയൊരു സന്തോഷമാണ്, അതൊരു വലിയ ബന്ധനമാണ്. ശരീരത്തിൻ്റെ സുഖങ്ങൾ അതൊക്കെ. മറ്റുള്ളവർ കയ്യടി, പ്രോത്സാഹനം, അതില്ലെങ്കിൽ ഭയങ്കര തളർന്നു പോയി. മറ്റുള്ളവർ ഒന്ന് നിരുത്സാഹപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമ്മളങ്ങ് തളർന്നു പോയി, അത് പ്രോത്സാഹിപ്പിച്ചാലോ, അപ്പോൾ ഇതെല്ലാം ശരീരത്തിൻ്റെ സന്തോഷങ്ങളാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ സന്തോഷങ്ങൾ ആത്മാവിൻ്റെ സന്തോഷമായി പരിണമിക്കാം. ആത്മാവിൻ്റെ യഥാർത്ഥ സന്തോഷം എന്നാ? ദൈവത്തെ കാണുക, ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. അതിലാണ് ആത്മാവ് സന്തോഷിക്കേണ്ടത്. ഈ ആത്മാവിൻ്റെ സന്തോഷം ശരീരത്തിൻ്റെ അങ്ങോട്ട് സന്തോഷമായി മാറേണ്ടതിന് പകരം രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിൻ്റെ സന്തോഷമായി മാറുന്നതാണ് ബന്ധനം എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെ ബന്ധനസ്ഥമായിരിക്കുന്ന ഒരു ആത്മാവ്, ഈ ആത്മാവിന് മരണം വലിയൊരു പ്രശ്നമാകാം, മരണത്തിൻ്റെ സമയത്ത് വലിയ പീഡയായിരിക്കാം. അപ്പം അത് മാറണം. ചിലർക്ക് സമ്പത്തിനോടാകാം ഈ ബന്ധം, അവർക്ക് സമ്പത്തായിരുന്നു സന്തോഷവും അവരുടെ കേന്ദ്രമൊക്കെ. മരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതൊരു ആത്മാവിന് ശരീരത്തിൽ നിന്ന് വേർപെടാനായിട്ടുള്ള വലിയ തടസ്സവും ഒക്കെ ആയിട്ട് പലപ്പോഴും പലയിടത്തും കാണാറുണ്ട്. എന്ന് കരുതി എല്ലാം അങ്ങനെയാണെന്നൊന്നും അല്ല കേട്ടോ. പക്ഷേ പലർക്കും അതൊരു ബന്ധനമായി മാറാം. അതുകൂടെ നമ്മളിപ്പോൾ തന്നെ ഈ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും നല്ലതുമായ കാര്യമാണ്. പ്രധാനമായിട്ടും ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. എല്ലാം തന്നെ ഞാൻ പറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. പിന്നെ ഒരാൾ ചോദിച്ചത് ശാപത്തെക്കുറിച്ചാണ്. നമ്മളത് ഈ വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഏതാനും നിമിഷങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധന 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 ആരാധന
രണ്ട് കരങ്ങളും ഉയർത്തി ഒറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമൊഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമൊഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധന, 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 ആരാധന. ഒറ്റ വിളി യേശുവേ. പരിശുദ്ധനെ, ബലവാനെ, അമർത്യനെ, ആരാധന, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അറിവ്, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അത് വിശ്വാസമായി പരിണമിക്കണം, ബോധ്യമായി മാറണം, ആഴമായ ബോധ്യമായി മാറണം, ആഴത്തിൽ പതിപ്പിക്കണം. അതാണ് ഈശോ വിത്തിന്റെ ഉപമ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത്. ചിലത് പാറപ്പുറത്ത് വീഴുന്നു, അത് കേട്ടിട്ട് പെട്ടെന്ന് ഇച്ചിരി ആവേശമൊക്കെ ഉണ്ടായി, പക്ഷേ പെട്ടെന്ന് മുളച്ച് കരിഞ്ഞുപോയി. ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ഞെരുക്കങ്ങൾ വന്നു, കഷ്ടതകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, പ്രാർത്ഥന നിർത്തി, ബോധ്യങ്ങൾ മാറി, എല്ലാം പോയി. വേറെ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് കൊത്തിയെടുത്തോണ്ട് പോയി. ആരാണ്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കാര്യമില്ല, നമ്മൾ പ്രാർത്ഥന നിർത്തി, ബോധ്യങ്ങളെല്ലാം പോയി. ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനി, 60 മേനി, 30 മേനി ഫലം പുറപ്പെടുവിച്ചു. നമ്മൾ കേട്ട കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഈ അറിവുകൾ വിശ്വാസമായി, ബോധ്യമായി വളരണം. നമ്മുടെ ആന്തരികതയിൽ ആഴമായി ബോധ്യമായി അത് വളരണം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ അറിവിൻ്റെ പ്രകടനം കാണിക്കാനുള്ളതല്ല അത് ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ, ശരിയായ ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ. തെറ്റായ ബോധ്യം കൊടുത്ത് മറ്റുള്ളവരെ വഴിപഴപ്പിക്കാനല്ല, ശരിയായ ബോധ്യങ്ങൾ നൽകി ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളിലൂടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും. കർത്താവിനോട് നമ്മുടെ ബോധ്യങ്ങൾ ആക്കി മാറ്റാൻ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ, അത് ബോധ്യവും വിശ്വാസവുമായി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയുടെ രണ്ടാമത്തെ വരവ് അതിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. യേശുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അവന്റെ വരവിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങി കാത്തിരിക്കണം. എൻ്റെ ഹൃദയത്തിൽ അവനെ എതിരേൽക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകണം. അവനെപ്പോൾ വന്നാലും അവനെ വരവേൽക്കാനായി നമ്മുടെ ഹൃദയം ഒരുങ്ങണം, സദാ ജാഗരൂകരായിരിക്കണം.
നമ്മുടെ ആത്മാവിൽ ജാഗ്രത പാലിക്കാൻ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ നീ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് ഒരു നിമിഷം ധ്യാനിക്കുക. ഒരുപക്ഷെ നമ്മൾ ഒരു ഒരുക്കമില്ലാത്തവരാകാം. അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിന് തൊട്ട് മുമ്പ് ഈശോ പറയുന്ന ഒരു ഉപമയുണ്ട്, 10 കന്യകളുടെ ഉപമ. അതില് പാതിപ്പേര് ഒരുക്കമില്ലാത്തവരായിരുന്നു, എണ്ണ കരുതാത്തവരായിരുന്നു. അവർക്ക് മണവാളിനെ സ്വീകരിക്കാൻ പറ്റിയില്ല എന്നാണ് കേൾക്കുന്നത്. 5 പേരാകട്ടെ അവർ മണവാളിനെ സ്വീകരിച്ചു. അവർ ഒരുക്കമുള്ളവരായിരുന്നു. ആവശ്യത്തിനുള്ള എണ്ണ അവർ കരുതിയിരുന്നു. ഒരുക്കമുള്ളവരായി കാണണമെന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് പറയുന്നത്, ജാഗ്രത എന്ന് പറയുന്നത് അത് തന്നെ. നമുക്കൊരു നിമിഷം നമ്മെ തന്നെ ഒന്നൊരുക്കാം. ഈശോയുടെ വരവിന് വേണ്ടി, രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈശോയെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി സഭയ്ക്ക് നൽകപ്പെട്ട വലിയൊരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല എന്ന് പറയുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനായോട് പലതവണ ഈശോ പറഞ്ഞ കാര്യമാണ്. You will prepare the world for my second coming. എൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നീ ലോകത്തെ ഒരുക്കും. എങ്ങനെ? കരുണയുടെ വെളിപ്പെടുത്തലിലൂടെ. കരുണയുടെ വെളിപ്പെടുത്തലിലൂടെയാണത്. That shall be the sign of the end times എന്നാണ് ഈശോ പിന്നെ പറഞ്ഞത്. അവസാനത്തിന്റെ അടയാളങ്ങളാണ്. രണ്ടാം വരവിൻ മേരി മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം എത്തണം. എല്ലാ ഹൃദയങ്ങളിലും ഈ സുവിശേഷം അറിയിക്കപ്പെടണം. നിന്നിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ സ്നേഹത്തിന്റെ സുവിശേഷം പ്രചരിക്കണം. എല്ലാവരിലേക്കും എത്തട്ടെ. വിദ്വേഷത്തിന്റെ വിത്തുകളല്ല, വെറുപ്പിന്റെ വിത്തുകളല്ല, അസഹിഷ്ണുതയുടെ വിത്തുകളല്ല. ക്രിസ്ത്യാനിയിൽ നിന്ന് പുറത്തു പറയേണ്ടത് സ്നേഹത്തിന്റെ വിത്തുകൾ. നമ്മളെ കൊല്ലാൻ വരുന്നവന്റെ മുമ്പിലും അവരോടും സ്നേഹത്തിന്റെ വിത്തുകളാണ് അവിടുന്ന് നമുക്ക് പകർന്നു കൊടുക്കാൻ അവിടുന്ന് നാഥൻ നമുക്ക് തന്നത്. സുവിശേഷം അറിയപ്പെടട്ടെ, സുവിശേഷം അറിയിക്കട്ടെ, സുവിശേഷം പകരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഏറ്റുപാടട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഏറ്റുപാടട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ,
കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. രണ്ട് കരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി ഈ ലോകത്തിൽ അവശേഷിക്കാനും അവൻ എപ്പോൾ വന്നാലും അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ സ്നേഹത്തെ നിറയ്ക്കണമേ എന്ന്, അങ്ങയുടെ അരൂപിയെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവിൻ വരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. യേശുവിൻ വരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയ. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയും. ഒറ്റ വിളിയേശുവേ, പരിശുദ്ധനേ, ആരാധന 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 ആരാധന. നമുക്ക് ഈ നിമിഷം ഒന്നുകൂടെ കണ്ണടച്ച് നമ്മുടെ തന്നെ മരണത്തെ കൂടെ ഒന്ന് ധ്യാനിച്ചോ. നിന്റെ മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ പേടിയാണോ, അതോ പ്രതീക്ഷയാണോ, അതോ സന്തോഷമാണോ നിനക്കുള്ളത്? ദുഃഖമാണോ, ഇവിടെ നിന്നൊക്കെ വിട്ടുപോകാനുള്ള ഒരു സങ്കടമാണോ? എന്തെങ്കിലുമൊക്കെ നിന്നെ പിടിച്ചു വലിക്കുന്നുണ്ടോ ഈ ഭൂമിയിലേക്ക്, നിന്റെ ആത്മാവിനെ? ഇതൊക്കെ ഇന്ന് മാത്രമൊന്നുമല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ധ്യാന വിഷയമാക്കണം. ആ ബന്ധനങ്ങളെ തകർക്കണം. എന്തെങ്കിലും നമ്മുടെ ആത്മാവിന് ഈ ഭൂമിയുമായോ ലോകവുമായി എന്തെങ്കിലും നമ്മളെ പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ തകർത്ത് കളയണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതുന്നത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ കുടികൊള്ളുകയില്ല. ഈ ലോകത്തിൽ ഒന്നും നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചു നിർത്താൻ ഇടയാക്കരുത്. എല്ലാം വേണം, എല്ലാം നമ്മൾ ഉപയോഗിച്ചു കൊള്ളുക. പക്ഷേ ഒന്നും നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒന്നായി മാറരുതെന്നർത്ഥം. നമ്മൾ മരിക്കുന്ന സമയം എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് മരിച്ചാൽ, ഇന്ന് മരിക്കുന്നൊന്നല്ല അർത്ഥം, ഇപ്പോൾ മരിച്ചാൽ എന്താണ് എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്നൊന്ന് കണ്ടെത്തുക. എന്തിനോടാണ് എനിക്ക് കൂടുതൽ മമത? എന്തിനെ വിട്ടുപിരിയാനാണ് എനിക്ക് എൻ്റെ മനസ്സില്ലാത്തത്? അതോ ഈശോയോടുകൂടെ സ്വർഗത്തിൽ എന്നും ആകണമെന്നുള്ള ആഗ്രഹത്തോടെ കർത്താവേ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ വിളി കേട്ട് പോകാനാണോ നിന്റെ ആത്മാവിൻ്റെ ആഗ്രഹം? മരണത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ
മനസ്സും നൊന്തും വേദനയോടെയാണോ പോകുന്നത്? അതോ ഓ കർത്താവേ, നിന്റെ വിളി ഞാൻ കേട്ട് ഇതാ വരുന്നുവെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകാനാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, സന്തോഷകരമായ സമാധാനപരമായ ഒരു മരണം എനിക്ക് നൽകണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. കാരണം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ സംരക്ഷണയിലാണ് വിശുദ്ധ യൗസേപ്പ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ആ സംരക്ഷണം, ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയൊക്കെ സംരക്ഷണം നമുക്ക് നൽകാൻ വിശുദ്ധ യൗസേപ്പിന് നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന് മധ്യസ്ഥം പ്രാർത്ഥിക്കണം, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദം നമ്മുടെ തന്നെയും മരണത്തിൻ്റെ ആ സമയത്ത് ദൈവീക കൃപ നമ്മൾ നേടിയെടുത്ത് ആ നിമിഷങ്ങളെ വിജയപൂർവം സന്തോഷപൂർവം മറികടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും